हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण हरे कृष्णा। ഹരേ കൃഷ്ണ, എല്ലാവർക്കും പ്രണാമം. അത് നമുക്ക് കീർത്തനം ചൊല്ലാം കേട്ടോ, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ. ഹരേ കൃഷ്ണ. അത് ജയ രാധ മാധവാ ജയോ കുഞ്ച ബിഹാരി, ജയ രാധ മാധവാ ജയോ കുഞ്ച ബിഹാരി, जय गोपीजन वल्लभा जयो गिरिवरधारी, जय गोपीजन वल्लभा जयो गिरिवरधारी, जय यशोदनन्दना जय व्रजरञ्जना, जय यशोदनन्दना जय व्रजरञ्जना, जय यमुनतिरवनचारी, जय कुञ्ज बिहारी, जय यमुनतिरवनचारी, जय कुञ्ज बिहारी, जय राध माधवा जय कुञ्ज बिहारी, जय राध माधवा जय कुञ्ज बिहारी, जय गोपीजन वल्लभा जय गिरिवरधारी, जय गोपीजन वल्लभा जय गिरिवरधारी, यशोदनन्दना व्रजनुरञ्जना, यशोदनन्दना व्रजनुरञ्जना, यशोदनन्दना व्रजनुरञ्जना, यमुनतीरावनचारी, यमुनतीरावनचारी, जय राम
ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथानिदं तं सजीवं साधेदं सावधूतं परिजनसहितं श्रीकृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललितां श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवद्युत्तमश्लोके भक्तिर्भवति वैष्टगी। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपदाद स्वामिन् नामिने। नमः आचार्यपादाय निताय कृपाप्रदायिने गौरकदादामदाय नगरग्रामतारिणे। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरि ओम तत्सत्। ഹരേ കൃഷ്ണ. ഇന്ന് ഉപദേശാമൃതം 4-ാമത്തെ ശ്ലോകമാണ് എടുക്കാൻ തന്നിരിക്കുന്നത്. നമ്മൾ 3-ാമത്തെ ശ്ലോകം വരെ നോക്കിയിട്ടുണ്ടായിരുന്നു. കേൾക്കുന്നില്ല എല്ലാവർക്കും? അത്യാവശ്യം സമയത്തില്ല. അപ്പോൾ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയൊക്കെ ശ്ലോകം ഓർമ്മയുണ്ടോ? അപ്പം ഒരു ഗുരു എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഗുരുവിൻ്റെ ആ ഒരു പദവിയിലേക്ക് എങ്ങനെ ഉയരാം, സാധാരണ ഒരു ഭക്തന് എങ്ങനെ ഉയരാം, അതായിരുന്നു 1-ാമത്തെ ശ്ലോകം അല്ലേ? എന്തായിരുന്നു 1-ാമത്തെ ശ്ലോകം? വാചോവേഗ മനസ്സക്രോധവേഗ ജിഹ്വാവേഗ ഉദരോവസ്ഥവേഗ ഏതാൻ വേഗ സമതേതധീര സർവമഭീമാം പ്രദ്വിംസ ശിഷ്യ. അതായത് കുറച്ച് ക്വാളിറ്റികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ക്വാളിറ്റിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭൂമിയെ മുഴുവനും ശിഷ്യത്വം വഹിക്കാൻ പാകമാകുന്ന ഒരു ഗുരു ആകാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ശ്യാമള മാതാജി ആയിരുന്നു അത് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2-ാമത്തെ ശ്ലോകം എന്തായിരുന്നു? നമുക്ക് ഒഴിവാക്കേണ്ടല്ലേ, ഒരു മിനിറ്റ്, അത്യാഹാര പ്രയാസശ്ച. നമ്മൾക്ക് ഒരു ഭക്തിയുത സേവനം. ആദ്യം തന്നെ ഉപദേശാമൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഉപദേശാമൃതം എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? അല്ലേ? ഇല്ലാത്തവർ വാങ്ങുക. എല്ലാവരുടെ കയ്യിലും ഇതൊരു എന്താ പറയുക, നമുക്കൊക്കെ ബുക്ക്ലെറ്റ് അല്ലെങ്കിൽ ഭഗവത്ഗീത എന്താണ് നമുക്ക് കിട്ടുന്ന ഒരു മാനുവലാണെന്ന് പറയൂല്ലേ?
ഭഗവത്ഗീത ഒരു സാധാരണക്കാരന് വേണ്ട ഒരു മാനുവലാണ് ഭഗവത്ഗീത. എന്താണ് അതിൽ പറയുന്നത്? ഭഗവത്ഗീതയിലെ പറയുന്ന എല്ലാ കാര്യങ്ങളും ശാസ്ത്രപ്രകാരം ഒരു വ്യക്തിക്ക് ഫോളോ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളാണ്. അതായത് പാലിക്കേണ്ട, ഒരു വ്യക്തി നല്ല രീതിയിൽ എങ്ങനെ ജനിച്ച് വളർന്ന്, അതായത് ജനനം മുതൽ മരണം വരെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കണം. അതേപോലെ ഒരു ഭക്തന് കൈവശം വെക്കേണ്ട ഒരു ബുക്കാണ് എന്താ പറയുന്ന ബുക്ക്ലെറ്റ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു ഓർമ്മ കിട്ടില്ല. നമ്മൾ ബോംബെയിലൊക്കെ വാങ്ങുമ്പോൾ ഒരു ഇത് കിട്ടുമല്ലോ, മാനുവൽ, നേരത്തെ പറഞ്ഞത് ഓർമ്മ. മാനുവലാണ് ഒരു ഭക്തൻ്റെ കയ്യിൽ എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ഒരു പുസ്തകമാണ് എന്ത് ഉപദേശാമൃതം എന്ന് പറയുന്നത്. അപ്പോൾ ഉപദേശാമൃതത്തിൽ പറയുന്ന ശ്ലോകങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഉപദേശാമൃതം നമുക്ക് ആര് മുഖേനയാണ് കിട്ടിയത്? നമുക്ക് ഈ പുസ്തകം കിട്ടിയിരിക്കുന്നത് ആരാണ്? ശ്രീല പ്രഭുപാദർ മുഖേനയാണ് കിട്ടിയിട്ടുള്ളത്. ശ്രീല പ്രഭുപാദർക്ക് അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്നും ഒക്കെ കിട്ടി. പക്ഷേ ഇതിൻ്റെ കണ്ടന്റ് എല്ലാം തന്നെ നമുക്ക് തന്നിട്ടുള്ളത് ആരാണ്? ഗോസ്വാമിമാരിൽ ഒരാളാണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമുക്ക് അരവിന്ദപ്രഭു ഗോസ്വാമിമാരെ പേരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഗോസ്വാമിയിൽ ഏത് ഗോസ്വാമിയാണ് നമുക്കിത് തന്നിട്ടുള്ളത്? രൂപ ഗോസ്വാമിയാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? ഉപദേശാമൃതം തന്നിട്ടുള്ളത്. ആ ഉപദേശാമൃതത്തിൽ ഒന്നാമത്തെ ശ്ലോകമാണ് ഇപ്പം ഞാൻ വായിച്ചത്. എന്താണ്? വാചോവേഗ മനസ്സക്രോധവേഗ. ഇനി റിപ്പീറ്റ് ചെയ്യണില്ല, അത് ഇങ്ങനെ ഒരുപാട് ക്ലാസ്സിൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് എടുക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ശ്ലോകം എന്തായിരുന്നു? അത്യാഹാര പ്രയാസശ്ച എന്ന് പറയുന്ന ശ്ലോകമാണ്. അതായത് നമ്മൾ ഒരു ഭക്തിയുത സേവനത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഭക്തിയുത സേവനം ഗൗരവമായി എടുക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന 6 കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം. ആ ശ്ലോകം ജസ്റ്റ് ഒന്ന് വായിക്കാം. എന്തായിരുന്നു? അത്യാഹാര പ്രയാസശ്ച പ്രജൽപ നിയമാഗ്രഹ ഷഡ്ഭിർഭക്തിർ വിനശ്യതി. വിനശ്യതി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. മൂന്നാമത്തെ ശ്ലോകമായിരുന്നു നമ്മളെല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എന്തായിരുന്നു? ഓർമ്മ ഉണ്ടോ? ഇവിടെ ഇപ്പം കേക്ക് മുറിക്കാൻ പോവുക. അപ്പം ചിലവരൊക്കെ തല പൊട്ടിച്ചു. അതായത് നമുക്ക് അങ്ങനെ, അതായത് ഒരു പഴം കഴിക്കുമ്പോൾ എങ്ങനെയാണോ, അല്ലെങ്കിൽ ഒരു പഴം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ, ഗുലാബ് ജാമുൻ അങ്ങനെയുള്ള വസ്തു അല്ലേ, അത് അവിടെ ഇങ്ങനെ ഒരു ഒരു ചില്ല് ഭരണിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നിങ്ങളോട് ചെറിയ ചെറിയ ടാസ്കൊക്കെ പറഞ്ഞിട്ട് നല്ല വിശന്നിരിക്കണ സമയമാവണം കേട്ടോ. എന്തിനാ ഈ വിശന്നിരിക്കണതും പിന്നെ ഈ ചില്ല് ഭരണിയിൽ ഗുലാബ് ജാമുൻ വെക്കണതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശന്നിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്രത്തോളം തീഷ്ണത വേണം. എന്തിന്? ആ വിശപ്പ് മാറ്റാനുള്ള തീഷ്ണത അല്ലേ? അതേപോലെ നമുക്ക് എന്ത് വേണം? നമ്മളുടെ ഉള്ളിലെ ആത്മാവിനെ, കിട്ടേണ്ടതായ സാധനത്തെ കിട്ടുവാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വേണം. അതിനോടുള്ള തീവ്രത വേണം. അപ്പോഴാണ് നമുക്ക് ആ ഗുലാബ് ജാമുൻ്റെ പ്രസക്തി ഉണ്ടാവുള്ളൂ അല്ലേ? അതേപോലെ നമുക്ക് എന്ത് വേണം? ഉത്സാഹ, നിശ്ചയ, ധൈര്യ. കഴിഞ്ഞ പിന്നെ ക്ലാസ്സിൽ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായില്ലേ? എങ്ങനെ, ആരെ പോലെ ഉത്സാഹനായിരിക്കണം, ധൈര്യ, ആരെ പോലെ ധൈര്യമുള്ളവനായിരിക്കണം. പിന്നെ അതായത് ക്ഷമയാണ് കേട്ടോ ധൈര്യ. തൽത്തൽ കർമ്മ പ്രവർത്തന എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകം ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമല്ലോ. പക്ഷെ എൻ്റെ ക്ലാസ് റിപ്പീറ്റ് ആണ്. ഉത്സാഹ, നിശ്ചയ, ധൈര്യ, തൽത്തൽ കർമ്മ പ്രവർത്തന, സംഘത്യാഗ, സദോവിർത്തെ, ഷഡ്ഭിർ ഭക്തി പ്രസിദ്ധതി. ഇപ്പം പറഞ്ഞിട്ടുള്ള 6 കാര്യങ്ങളാണ് നമുക്ക് പ്രസിദ്ധമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മളുടെ കൂടെ നിലനിർത്തേണ്ടത്. ഉത്സാഹ, നമ്മൾക്ക് എല്ലാ കാര്യത്തിനും ഉത്സാഹം വേണം. പ്രത്യേകിച്ചിട്ട് എന്തിനു വേണം? ഭക്തിയുത സേവന കാര്യത്തിൽ ഉത്സാഹം വേണം. അതിലൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഉത്സാഹം നമുക്ക് ചിലവർക്ക് നേരിട്ട് തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? മറ്റുള്ളവരെ കണ്ടിട്ട് ഉത്സാഹം വരാം അല്ലേ? നമുക്ക് എപ്പോഴും അങ്ങനെയാണ്, ഒരാളെ പ്രചോദനം കൊണ്ടിട്ട് അല്ലേ? നമ്മൾ ചെറുപ്പത്തിലൊക്കെ ആരെയാണ് നമ്മൾ ഫസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്യുക? അച്ഛനും അമ്മമാരെ. ആൺകുട്ടികളാണെങ്കിൽ അച്ഛനെ, പെൺകുട്ടികളാണെങ്കിൽ അമ്മമാരെ, ഇവരെ ഇമിറ്റേറ്റ് ചെയ്യും അല്ലേ? പിന്നെ അവർ വളർന്നു വരുമ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ കാണുന്ന ആരാണോ പ്രശസ്തമായി നിൽക്കുന്നത് അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ? അങ്ങനെയാണ് നമുക്ക് ഗുരുവിൻ്റെ ആ ഒരു സ്ഥാനത്ത്, ഇതിപ്പോൾ ശ്രീല പ്രഭുപാദർ അദ്ദേഹം
അധികം അതായത് നല്ല പ്രായാവസ്ഥയിൽ അദ്ദേഹം എവിടേക്ക് പോയി? ന്യൂയോർക്കിൽ പോയി. അദ്ദേഹത്തിന് പരമാവധി പറ്റുന്ന കാര്യങ്ങൾ, അതായത് ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷെ ഇത് ഒരു പുസ്തകമായിട്ട്, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പുസ്തകമായി ഇറങ്ങിയപ്പോൾ ഇത് വായിച്ചിട്ട് ഒരുപാടേറെ ആൾക്കാർ പ്രചോദനം കൊണ്ടു. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവരുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്തു, കൂടാതെ അത് പ്രചരണം ചെയ്തു. അപ്പോൾ അതാണ് പറയുന്നത്, നമുക്കൊരു മഹാത്മാവിനെ കണ്ടിട്ടും എന്താ വരാം? ഉത്സാഹം വരാം. അതിൽ പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഒരു എന്താ പറയുക, കുരങ്ങിൻ്റെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അങ്കദൻ്റെ കാര്യം പറഞ്ഞത്. അങ്കദൻ എന്ന് പറഞ്ഞത് ചെറിയൊരു കുരങ്ങനായിരുന്നു. പ്രായത്തിലും തന്നെ എല്ലാവരിലും ചെറിയതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഉത്സാഹം കണ്ടിട്ട്, അങ്കദൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഉത്സാഹം കണ്ടിട്ട് ശ്രീരാമദേവൻ അദ്ദേഹത്തിന് ദൂത് പോകുന്ന കൂട്ടത്തിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നിശ്ചയാതെന്ന് പറഞ്ഞാൽ വിശ്വാസം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം? വിശ്വാസം വേണം. വിശ്വാസം ഇല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നടക്കുമോ? ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾക്ക് പാമ്പ് കടി ഏറ്റിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ പറയുകയാണ് മരിക്കും എന്നൊക്കെ. എന്നിട്ട് പിന്നെ അയാൾ അതേപോലെ ഒരു വൈദ്യരെടുത്ത് കൊണ്ടുപോയപ്പോൾ പാമ്പ് എന്താണെന്നുള്ളത് ഇദ്ദേഹത്തിന് അറിയില്ല. കൂടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം ഭയങ്കര പേടിയായിട്ടിരിക്കുക. അപ്പോൾ വൈദ്യരൊന്നും മിണ്ടിയില്ല. ഇയാൾ മുഖത്ത് നോക്കും. എന്നിട്ട് ചെറിയൊരു കട്ടൻ ചായ ഇയാൾക്ക് കൊടുക്കും. കട്ടൻ ചായ കൊടുത്ത് പറഞ്ഞു, ഇത് കഴിച്ചാൽ നിങ്ങളുടെ അസുഖം എല്ലാം തന്നെ പെട്ടെന്ന് മാറും എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ അത് കുടിച്ച് അദ്ദേഹം അവിടെ കിടന്നു. അപ്പോൾ ഈ പോയ വ്യക്തി വൈദ്യരെ നല്ലോണം വിശ്വസിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്ന് ഉറങ്ങുകയും ചെയ്യരുത് പറഞ്ഞു. പിറ്റേ ദിവസം ആയപ്പോൾ അദ്ദേഹത്തിനോട് വേറെ ആരോട് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ വൈദ്യര് ഇദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ കൂടെ ഉണ്ടായ ആൾക്കാരൊക്കെ പറഞ്ഞു, എന്തോ മലമ്പാമ്പാണ്, കരിമൂർക്കനാണ് കടിച്ചതെന്നൊക്കെ. എന്നിട്ട് ഇദ്ദേഹം അതായത് ഈ കടിയേറ്റ ആള് വൈദ്യരായിട്ട് സംസാരിച്ച് വൈദ്യർ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് അസുഖമൊന്നുമില്ല കേട്ടോ, അപ്പം മാറി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വിശ്വസിച്ചു. അപ്പോൾ ചെറിയൊരു നീർക്കോലോ ചേര അങ്ങനെ എന്തോ സംഭവം കടിച്ചു. അപ്പോൾ ഒരു പേടി കൊണ്ട് തന്നെ നമ്മളുടെ ആയുസ്സിനെ പെട്ടെന്ന് കളയാൻ പറ്റും. അതിന് നല്ല ഉദാഹരണമാണ് കൊറോണ, അല്ലേ? കൊറോണയ്ക്ക് എന്താണ്? പേടി മുഖേനയാണ് ആൾക്കാർ മരിച്ചിട്ടുണ്ടായിരുന്നത്. അസുഖം ചെറുതായിട്ട് പോയി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പേടി, അതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ആദ്യം നമുക്ക് മാറും എന്നുള്ള വിശ്വാസം വേണം ഒരു അസുഖം വന്നാൽ. അതേപോലെ തന്നെ ഗുരുവിലും ശരിയായ വിശ്വാസം വരണം. ഹരേ കൃഷ്ണ. പിന്നെ കർമ്മ പ്രവർത്തന, അത് ഭക്തിയുത സേവനം തന്നെ എല്ലാവരും ചെയ്യണം എന്നാണ് പറയുന്നത്. എന്താണ് ഡിവോഷണൽ സർവീസ് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? ഭക്തിന്ന് എവിടെയും പ്രഭാതർ പറയണില്ല. എങ്ങനെയാണ്? ഭക്തിയുത സേവനം അല്ലെങ്കിൽ ഡിവോഷണൽ സർവീസ് എന്നാണ് പറയുന്നത്. പിന്നെ സംഘത്യാഗ, അതായത് അസത്സംഘങ്ങളില്ലാണ്ട് നല്ല സംഘങ്ങളിൽ ചേർന്ന് കഴിഞ്ഞാലാണ് അവരുടെ പ്രവർത്തനം ശരിയായി പോകുള്ളൂ, അല്ലേ? നമ്മൾക്ക് ഒരാളുടെ ഫ്രണ്ടിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം അറിയാമെന്ന് പറയും. അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. പിന്നെ സദോവൃത്തി എന്ന് പറഞ്ഞാൽ പൂർവാചാര്യന്മാരുടെ പാത പിന്തുടരുക. പൂർവാചാര്യന്മാരുടെ പാത എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഡിവോഷണൽ സർവീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യവും നമുക്ക് അറേഞ്ച് തന്നിരിക്കുന്നത് ആരാണ്? ശില പ്രഭുപാദരാണ്, അല്ലേ? ഇസ്കോൺ എന്നുള്ള പ്രസ്ഥാനത്തിലൂടെ. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ സദോവൃത്തെ നമ്മൾ ആരെ ഫോളോ ചെയ്യുന്നു? പ്രഭുപാദരെ ഫോളോ ചെയ്യുന്നു. പ്രഭുപാദരൊക്കെ ആരെ ഫോളോ ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരെ. നമ്മളൊരു സുപ്രഭാതത്തിൽ ഗുരുക്കന്മാരോ ആരും ആവുന്നില്ല, അല്ലേ? ഇവൻ ഭക്തന് പോലും ആവുന്നില്ല. ഭക്തൻ എന്ന് പറയാനുള്ള ക്വാളിറ്റി എനിക്കില്ല. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ ഫോളോ ചെയ്യണം ആരെ? ഇത്. അപ്പോൾ ഈ 6 കാര്യങ്ങളാണ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? ഉത്സാഹ, നിശ്ചയ, ധൈര്യ, കർമ്മ പ്രവർത്തന, സംഘത്യാഗ, സദോവൃത്തെ, ഷഡ്വിർ, ഭക്തി, പ്രസിദ്ധി. ഓക്കെ. ഇനി അടുത്തത് 3 കഴിഞ്ഞു. ഇനി 4ാമത്തെ ശ്ലോകമാണെന്ന് തന്നിട്ടുള്ളത്. 4ാമത്തെ ശ്ലോകം ഞാൻ വായിക്കാം. ഹരേ കൃഷ്ണ. ദദാതി പ്രതിഗൃഹ്ണാതി ഗുഹ്യമാക്യാതി പൃച്ഛതി ഭുങ്ക്തേ ഭോജയതേ ചൈവ ഷഡ്വിധം പ്രീതിലക്ഷണം. ദദാതി പ്രതിഗൃഹ്ണാതി ഗുഹ്യമാക്യാതി പൃച്ഛതി ഭുങ്ക്തേ ഭോജയതേ ചൈവ
षड्विधं प्रीतिलक्षणं वाയിക്കണം. ददाति प्रतिगृह्णाति ददाति प्रतिगृह्णाति गुह्यमाख्याति भुङ्क्ते भोजयते चैव षड्विधं प्रीतिलक्षणम् ददाति प्रतिगृह्णाति गुह्यमाख्याति पृच्छति भुङ्क्ते भोजयते चैव षड्विधं प्रीतिलक्षणम् വായിക്കണ്ടാറിയല്ലോ. ददाति प्रतिगृह्णाति गुह्यमाख्याति पृच्छति भुङ्क्ते भोजयते चैव षड्विधं प्रीतिलक्षणम् ददाति प्रतिगृह्णाति गृह्णाति गुह्यमाख्याति पृच्छति भुङ्क्ते भोजयते चैव षड्विधं प्रीतिलक्षणम्. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോൾ ഉപദേശാമൃതത്തിലെ മൊത്തം 11 ശ്ലോകമാണ് നമുക്കിതിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ശ്ലോകം ബേസ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ ശ്ലോകങ്ങളും പോകുന്നത്. ഒന്നാമത്തെ ശ്ലോകത്തിൽ എങ്ങനെയാണ് ഒരു ഗുരു എങ്ങനെ പാകപ്പെടാം. അപ്പോൾ ആ ഗുരു പാകപ്പെടുക മാത്രമല്ല, എന്താണ് ഒരു ഭക്തൻ എങ്ങനെ ഒരു നല്ല ആളാവാം, അതിന് ബേസ് ചെയ്തിട്ട് അതിലേക്ക് എത്തിക്കുന്ന ശ്ലോകങ്ങളാണ് ബാക്കി എല്ലാ ശ്ലോകങ്ങളും. അപ്പോൾ അതിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതായത് ഭക്തൻ്റെ ഇടയിലുള്ള 6 പ്രീതി ലക്ഷണങ്ങളാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഒന്ന് പറയുന്നത് ദദാതി. അതിൻ്റെ അർത്ഥം വായിക്കാട്ടോ. ദദാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാനം ചെയ്യുക. പ്രതിഗൃഹണാതി എന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടിയത് സ്വീകരിക്കുക. ഗുഹ്യമാക്കിയാതി എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങളായ സംഗതികൾ പറയുന്നു. ഗുഹ്യം പൃച്ഛതി എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങളായ സംഗതികൾ ചോദിക്കുന്നു. ഭുങ്ക്തെ എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുന്നു. ഭോജയതേ ചൈവ ഭക്ഷിപ്പിക്കുകയും ചെയ്യുന്നു. പ്രീതി ലക്ഷണം പ്രീതിയുടെ, അതായത് പ്രേമത്തിൻ്റെ സ്വഭാവങ്ങൾ. ഷഡ്വിധം ഇപ്രകാരം 6 വിധത്തിലാണ്. അർത്ഥം വായിക്കട്ടെ. ഇതിൻ്റെ അർത്ഥത്തിൽ നമുക്ക് ശിലപ്രഭാതരുടെ മലയാളം വിവർത്തനം തന്നിരിക്കുന്നത്: മറ്റുള്ളവർക്ക് ദാനമായി സമ്മാനങ്ങൾ നൽകുക, ദാനമായി ലഭിക്കുന്ന സമ്മാനങ്ങൾ സ്വീകരിക്കുക, തൻ്റെ രഹസ്യങ്ങൾ വിശ്വാസപൂർവ്വം അറിയിക്കുക, തൻ്റെ ഉള്ളിലുള്ള സംശയങ്ങൾ വിശ്വാസപൂർവ്വം ചോദിച്ചു മനസ്സിലാക്കുക, പ്രസാദം സ്വീകരിക്കുക, പ്രസാദം നൽകുക എന്നീ 6 കാര്യങ്ങൾ ഒരു ഭക്തനും മറ്റു ഭക്തനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ലക്ഷണമാകുന്നു. അപ്പോൾ ഈ ഒരു ശ്ലോകം ഒരു പ്രാവശ്യം കൂടി വായിക്കാം, ശ്രദ്ധിക്കുക. ദദാതി പ്രതിഗൃഹണാതി. ദദാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ പറയുന്നത്? ദാനം കൊടുക്കുക, അതായത് കൊടുക്കുന്നു, ഭക്തന്മാർക്ക് ദാനം ചെയ്യുക. പിന്നെന്താണ്? പ്രതിഗൃഹണാതി, പ്രതിഫലമായി ഭക്തന്മാരിൽ നൽകുന്ന എന്തും സന്തോഷപൂർവ്വം സ്വീകരിക്കുക. പിന്നെ ഗുഹ്യമാക്കിയാതി പൃച്ഛതി, അതെന്താണ്? ഭക്തന്മാരോട് തൻ്റെ മനസ്സ് തുറക്കുക. പിന്നെ മൂന്നാമത്തേതാണ് ഭുങ്ക്തേ ഭോജ്യതേ ചൈവ, അതായത് ഭഗവാനെ ഏകാന്തമായി സേവിക്കേണ്ടത് എങ്ങനെ എന്ന് ഭക്തന്മാർ, അത് അടുത്തതിൽ പറഞ്ഞു അല്ലേ. ഭക്തന്മാർ തരുന്ന പ്രസാദത്തെ മാനിച്ച് സ്വീകരിക്കുക, അതായത് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുക, അതേപോലെ ഇങ്ങോട്ട് വാങ്ങിക്കുകയും ചെയ്യുക. പിന്നെ ഷഡ്വിധം പ്രീതി ലക്ഷണം. അപ്പോൾ ഇതിൽ ഒന്ന് ദാനം കൊടുക്കുക, അതേപോലെ തന്നെ ദാനം കൊടുക്കുമ്പോൾ അവരെന്തെങ്കിലും കൂടെ തരൂല്ലേ, അത് നമ്മൾ സ്വീകരിക്കണം. പിന്നെ അടുത്തത് എന്താ പറയുന്നത്? ഭക്തന്മാർക്ക് തൻ്റെ മനസ്സ് തുറന്ന്
കാണിക്കുക. മനസ്സ് തുറന്ന് കാണിക്കുക എന്ന് പറയുമ്പോൾ എല്ലാതും വിളിച്ച് പറയുകയാണോ അവിടെ? അതല്ല പറയുന്നത്. ഭക്തന്മാർക്ക് എന്തുണ്ടായിരിക്കും? സംശയങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? അതിൽ ഫസ്റ്റ് നോക്കാം നമുക്ക്. ഭക്തന്മാർക്ക് ദാനം ചെയ്യുക. ഭക്തന്മാർക്ക് ദാനം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് സത്സംഗം എന്ന് പറയുന്നത് എന്താണ്? ശ്രീല പ്രഭുപാദര് നമുക്ക് ഭക്തിയുത സേവനം നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അസോസിയേഷനാണ് അല്ലേ ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ വരുന്ന ഓരോ ആൾക്കാരെയും ശ്രദ്ധിക്കുക. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു? പ്രസാദം ഇവിടെ കൊണ്ടുവരുന്നു. പ്രസാദമാണോ? ആദ്യം പലഹാരങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയത് കൊണ്ടുവരുന്നു. എന്നിട്ട് അത് നമ്മൾ ഭഗവാന് ഓഫർ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് വിതരണം ചെയ്യുന്നു അല്ലേ? ഉച്ചയ്ക്ക് പ്രസാദം കഴിക്കുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം തന്നെ ഈ സത്സംഗം എന്ന് പറയുന്ന ആ ഒരു ഇതിലെല്ലതും വരുന്നുണ്ട്. ഈ പറഞ്ഞ 6 കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതിൽ പറയുന്നത് പിന്നെ അതേപോലെ തന്നെ പ്രതിഫലമായി ഭക്തന്മാർ നൽകുന്ന എന്തും സന്തോഷപൂർവ്വം സ്വീകരിക്കുക. അപ്പോൾ ഇവിടെ ചില ആൾക്കാർ ക്ലാസ് എടുക്കാൻ വരും. അതേപോലെ തന്നെ ചില സന്യാസിമാരൊക്കെ ഇവിടെ വരും അല്ലേ? അപ്പോൾ അവർക്ക് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങൾക്ക് സന്തോഷമായിട്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കും അല്ലേ? അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ നിങ്ങളുടെ വീടുകളിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമ്മൾ സത്സംഗത്തിൽ കൊണ്ടുവരും അല്ലേ? അപ്പോൾ എന്താണ് അത് ഇത് നടത്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരത് സന്തോഷപൂർവ്വം സ്വീകരിക്കും. അതെല്ലാവർക്കും വിതരണം ചെയ്യും. പ്രസാദത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഭക്തന്മാർക്ക് ദാനം ചെയ്യുക എന്നതിനെ കുറിച്ചിട്ട് പ്രഭുപാദര് പറയുന്നത് ഭുങ്ക്തേ ഭോജേതേ ശൈവ എന്ന പാഠ്യപാദത്തിൻ്റെ സാരാംശമാണ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത്. എഴുതി വെച്ചു. ഓക്കെ. അതായത് ദദാതി പ്രതിഗ്രഹണാദി നമ്മൾക്ക് ഇങ്ങോട്ട് കിട്ടിയതും പിന്നെ അതേപോലെ തന്നെ അങ്ങോട്ട് കൊടുക്കാനുള്ള കാര്യങ്ങളും ചെയ്യുക എന്നാണ് പറഞ്ഞത്. അതിനാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എന്ത്? സത്സംഗം എന്ന് പറയുന്ന ആ ഒരു സംഭവം. അത് ഡിവോഷണൽ സർവീസിന് നമ്മളുടെ ബാക്കിയുള്ള എല്ലാ ഓരോ കാര്യങ്ങളിലും നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ മാത്രമല്ലേ ഇങ്ങോട്ടും കിട്ടുകയുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി, ഹോസ്പിറ്റലിൽ നിങ്ങൾ ഡോക്ടറെ കാണാൻ ക്യൂ നിൽക്കുന്നു അല്ലെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യുന്നു അല്ലേ? എന്നിട്ട് ഡോക്ടറെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ അങ്ങോട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? ഫീസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ആ ഫീസ് മാത്രം ഇല്ലാന്നേ ഉള്ളൂ അല്ലേ? ബാക്കി ഇങ്ങോട്ട് കിട്ടാനുള്ളത് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. ഒരു സ്കൂളാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ അല്ലേ? അത് നിങ്ങൾ സമയം കണക്കാക്കിയിട്ട് അല്ലേ 8 മണി തൊട്ടിട്ട് അല്ലെങ്കിൽ 3 മണി വരെ അല്ലെങ്കിൽ 4 മണി വരെ കുട്ടികൾ അവിടെ ചെന്നിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ നിന്ന് കിട്ടുന്ന പാഠഭാഗങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അവിടെയും ഈ കൊടുക്കൽ വാങ്ങലുകളല്ലേ നടക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബിസിനസ് നോക്കുകയാണെങ്കിൽ അവിടെയും ഈ കൊടുക്കൽ വാങ്ങുകളിലല്ലേ നടക്കുന്നത്. അതാണ് ഇവിടെ പ്രഭാതർ ഇവിടെ ഒരു ബിസിനസ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ നമ്മളുടെ ഓരോ കാര്യം ഊട്ടി ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? നമ്മൾ കൊടുക്കൽ വാങ്ങലുകൾ മനോഹരമായിട്ട് നിർവഹിക്കണം. അതിനെന്ത് വേണം? നമ്മൾ ആദ്യം അവരെ എങ്ങനെ സ്വീകരിക്കണം? നല്ല സ്നേഹത്തോടെയും കരുണയോടുകൂടിയിട്ടും സ്വീകരിക്കണം അല്ലേ? അല്ലെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും? ഓടിപ്പോകും അല്ലേ? ഇപ്പോൾ ഈ സത്സംഗത്തിൽ ഇങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർക്ക് നിൽക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സ്കൂളുകളിലും റെസ്ട്രിക്ഷൻസ് എന്ന് പറയുമ്പോൾ ആ സ്കൂളിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടെ ഒരുപാട് ക്രൂരമായ അല്ലെങ്കിൽ ഒരുപാട് പീഡിപ്പിക്കുന്ന ടീച്ചേഴ്സാണെന്നുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾ അങ്ങോട്ട് പറഞ്ഞു വയ്ക്കുമോ? ഇല്ല അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ആ കുട്ടികൾക്ക് ഇപ്പം എൻ്റെ കുട്ടികളെ അടിക്കരുത് അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടല്ലേ? അതൊക്കെ എല്ലാ സ്കൂളുകളിലും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അതായത് സൗമ്യപരമായിട്ട് സ്നേഹപരമായിട്ട് ആരോട് ഇടപഴകണം? ഭക്തന്മാരോട് ഇടപഴകണം. ആ ഭക്തന്മാരോട് മാത്രമല്ല എല്ലാവരോടും അങ്ങനെ ഇടപഴകിയാൽ മാത്രമാണ് എല്ലാ കാര്യവും നിലനിന്ന് പോവുകയുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇതിൽ പിന്നെ അതേ ഇതിൽ ഈ ഭക്തന്മാരുടെ കാര്യങ്ങൾ പറയുന്നതോട് കൂടിയിട്ട് പ്രതിഫലമായി ഭക്തന്മാർക്ക് നൽകുന്ന എന്തും സന്തോഷത്തോടെ സ്വീകരിക്കുക. അപ്പോൾ പ്രതിഫലമായിട്ട് ഇവിടെ സ്വീകരിക്കുന്നതും കൊടുക്കുന്നതും പ്രധാനമായിട്ടും എന്താണ്? നമ്മൾക്ക് ഇവിടെ പ്രസാദത്തിൻ്റെ കാര്യമാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. അപ്പോൾ ഈ സത്സംഗം നമ്മൾക്ക് കിട്ടിയത് എങ്ങനെയാണ്? പ്രഭുപാദർ മുഖേനയാണ്. പ്രഭുപാദർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും നല്ല പ്രായം കൂടിയ അവസ്ഥയിൽ അദ്ദേഹം എവിടെ പോയി? ന്യൂയോർക്ക്, ലണ്ടനിൽ പോയി ഒരുപാട്
കൃഷ്ണാവബോധ പ്രസ്ഥാനങ്ങൾ സ്ഥാപിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മളുടെ അത് ഇന്ത്യയിലേക്കും പടർന്നു, ഇന്ത്യയിലും നമുക്ക് കിട്ടി. ഇപ്പോൾ നമ്മളത് ഫോളോ ചെയ്യുന്നു. അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ സത്സംഗത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രഭുപാദർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഇസ്കോണിൻ്റെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ 5 തൂണുകളാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹരേ കൃഷ്ണ പ്രസ്ഥാനം 4 യമനിയമങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇതിൽ 5 തൂണുകളും എന്ന് പറയുന്നുണ്ട്. അതൊന്നാണ്. ഒന്ന് അറിയോ? അതായത് നാമസങ്കീർത്തനം, പിന്നെ സത്സംഗം. സത്സംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആചാര്യന്മാരും ഭക്തന്മാരുമായിട്ട് ഇടപഴകുക. പിന്നെ എന്താ പറയുക, ദാമോവാസം വരുന്നുണ്ട്, അത് ലാസ്റ്റ് വരുന്നുണ്ട്. വിഗ്രഹാരാധന, സത്സംഗം, പിന്നെ നാമസങ്കീർത്തനം, നിത്യം ഭാഗവത സേവ, പിന്നെ ധാമവാസം. ഈ 5 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് പ്രഭുപാദർ എന്ത് സ്ഥാപിച്ചിട്ടുള്ളത്? ഇസ്കോൺ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനം സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എന്താണ് പറയുന്നത്? നാമസങ്കീർത്തനം. നാമസങ്കീർത്തനം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് സത്സംഗം വേണമല്ലോ. അപ്പോൾ ഒന്നിനോട് കണക്ട് ആയിട്ട് തന്നെയാണ്. ആ സത്സംഗത്തിൽ നാമസങ്കീർത്തനവും വരും, പിന്നെ അതുപോലെ തന്നെ ഭക്തന്മാരുടെ അസോസിയേഷൻസും വരും. അത് കഴിഞ്ഞാൽ അവിടെ എന്താണ് ചർച്ച ചെയ്യുന്നത്? നമ്മൾ ഭാഗവതം അല്ലെങ്കിൽ ഭഗവത്ഗീത, അതായത് ഭഗവാന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് എന്താണ്? വിഗ്രഹാരാധനയാണ് ആദ്യം വരുന്നത്. വിഗ്രഹാരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സംഘം മുഖേന വരുത്തുന്നത്. എന്നിട്ട് പിന്നെ ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് ഭഗവത്ഗീത അല്ലെങ്കിൽ ഭാഗവതം. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുമില്ലെങ്കിൽ ഉള്ള സ്ഥലത്തിരുന്നിട്ട് തന്നെ നമ്മൾ ഭഗവാനെ ഭജിക്കുക അല്ലെങ്കിൽ വിഗ്രഹാരാധന ചെയ്ത് കഴിഞ്ഞാൽ വൃന്ദാവനം തന്നെ എന്ത് ചെയ്യും? നമ്മളുടെ മുന്നിലേക്ക് വരും. അല്ലെങ്കിൽ നമ്മുടെ ഉള്ള സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൃന്ദാവനം ആക്കി മാറ്റാം. അതാണ് പ്രഭുപാദർ നമുക്ക് ഓരോരുത്തർക്കും തരുന്ന നിർദ്ദേശങ്ങൾ. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തായിട്ട് നമ്മൾ വൃന്ദാവനത്തിലേക്ക് പോകണമെന്നില്ല. അതിന് വേണ്ടിയിട്ട് പ്രഭുപാദർ ഓരോ സ്ഥലത്തും എന്താണ് വൃന്ദാവനത്തിനെ പ്രതിനിധീകരിക്കുന്ന തരത്തിൽ അല്ലേ ഓരോ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് പറയാം സൗത്ത് വൃന്ദാവൻ അല്ലേ. വൃന്ദാവനം നമ്മൾ കൃഷ്ണ ബലറാം ടെമ്പിളിലൊക്കെ പോയാൽ എങ്ങനെയാണോ അതേപോലെയുള്ള ഒരു പ്രതീതി. പക്ഷെ ഇവിടെ ആരാണ്? ഗൗരനിതായും പിന്നെ ചൈതന്യ മഹാപ്രഭുവാണുള്ളത്. പക്ഷെ ആ രാധാകൃഷ്ണന്മാരെ, വൃന്ദാവൻ രാധാകൃഷ്ണ, ആ ഒരു രാധാകൃഷ്ണന്മാരെ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ പോലും അവിടെ എന്ത് ആക്കി മാറ്റാമെന്നാണ് പറയുന്നത്? വൃന്ദാവനം ആക്കി മാറ്റാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്, ഈ പ്രീതി ലക്ഷണം എന്ന് പറയുന്നത്. പിന്നെ അതേ ഇതിൻ്റെ പർപ്പൗട്ടിൽ പറയുന്നത് നമുക്ക് സംഘങ്ങളെ കൊണ്ട്, അതായത് ഇവിടെ വരുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഒന്ന് പറയുന്നു, ഈ ദദാതി പ്രതിഗ്രഹണാദി പ്രസാദമാണ്. പ്രസാദത്തിൻ്റെ ഗുണം എന്ന് പറയുമ്പോൾ ഞാനത് കൂടുതൽ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പറ്റുന്നില്ല, ശ്രമിക്കണം. എൻ്റെ പരിമിതമായ അറിവ് കൊണ്ട് പറഞ്ഞു തരാണ്. അതായത് പ്രസാദം, നമ്മളിവിടെ വന്ന് പ്രസാദം കഴിക്കും അല്ലേ. ആ പ്രസാദത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. നമ്മൾ ഭഗവാന് ഓഫർ ചെയ്തു. ഇനി ആ ഓഫർ ചെയ്യുന്നതും എങ്ങനെയാണ്? നമ്മളുടെ ഗുരു മഹാരാജ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗുരു അല്ലേ ശ്രീല പ്രഭുപാദരെ, അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെയും ഗുരുക്കൾക്ക് നൽകിയിട്ടുള്ള പ്രസാദമാണ് നമ്മളിവിടെ മഹാപ്രസാദമായിട്ട് കഴിക്കുന്നത്. ഇനി ആ പ്രസാദം ഒരു ഗുരു കഴിച്ചിട്ട് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായത്? മഹാപ്രസാദമായി അല്ലേ. അപ്പോൾ ആ പ്രസാദത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. നമ്മളിവിടെ വരുന്ന പ്രസാദം ഒന്നും വേസ്റ്റ് ആക്കരുതെന്ന് പറയുന്നത് അതാണ്. പ്രസാദം കഴിച്ചിട്ട് മനസ്സ് മാറിയിട്ട് അല്ലെങ്കിൽ നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരു ഉദാഹരണം ഓർമ്മ വരുന്നത് ശ്രീ രാമാനുചാര്യർ അദ്ദേഹം അതേപോലെ ശിഷ്യന്മാരോടൊത്ത് അതേമാതിരി ഇങ്ങനെ തീർത്ഥാടനത്തിന് പോവുമായിരുന്നു. തീർത്ഥാടനത്തിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു ശിഷ്യൻ്റെ വീട്ടിൽ എത്തുമെന്ന് പറയും. അപ്പോൾ ആ ശിഷ്യനാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടിലിരിക്കുകയാണ്. അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ വീടുകളിൽ പാചകം ചെയ്യുന്നതെല്ലാം തന്നെ അടുത്തുള്ള ഇങ്ങനെ ഓരോ ആൾക്കാരുടെ അടുത്ത് നിന്ന് കടം മേടിച്ച്, ചില ദിവസം പട്ടിണിയായിരിക്കും. ഭഗവാൻ എന്തെങ്കിലും വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിൽ അതിസുന്ദരിയാണ്. അങ്ങനെ ഈ ഗുരു പറയും, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്കാണ് വരുന്നതെന്ന് പറയും. അതായത് ഇങ്ങനെ പാവപ്പെട്ട ഈ ഒരു ശിഷ്യൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ശിഷ്യന് വരണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതായത് അദ്ദേഹത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ഗുരുവാണ് വരുന്നത്. അങ്ങനെ ഭാര്യ പറയും, അങ്ങനെ ഞാനൊരു കടയിൽ നിന്ന് അതേമാതിരി സാധനങ്ങൾ കടം മേടിക്കാമെന്ന് പറയും.
അപ്പോൾ ഈ ഭാര്യയുടെ സൗന്ദര്യം കണ്ടിട്ട് ഈ കടയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു മോശമായിട്ടുള്ള പെരുമാറ്റം അങ്ങനെയാണ്. എപ്പോഴും പറയും, നിനക്ക് നിൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ കൂടെ വന്നൂടെ, സുഖമായി കഴിയാം, അങ്ങനെയുള്ളൊക്കെ സംസാരമാണ് ഭാര്യയുടെ അടുത്ത് ഈ ഷോപ്പ് വെച്ചിരിക്കുന്ന ആൾ സംസാരിക്കാം. അപ്പോൾ ഭാര്യ, അതായത് ഈ ശിഷ്യൻ്റെ അടുത്ത് ഈ ഭാര്യ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുമ്പോൾ അറിയും, കുഴപ്പമില്ല, നമുക്ക് എന്താണ് ഗുരുവിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് സാധനങ്ങൾ മേടിക്കും. ഒന്നും മറുത്തൊന്നും ഈ കടക്കാരൻ്റെ അടുത്ത് പറയണ്ട, അവിടുന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറയും. അങ്ങനെ ഗുരു വരണ അന്ന് അതിവിപുലമായിട്ട്, അതായത് നമ്മൾ വീട്ടിൽ വൈഷ്ണവർ പിന്നെ അതേപോലെ തന്നെ ഗുരുക്കന്മാർ ഇവരൊക്കെ വരുമ്പോൾ നമ്മൾ അതിഗംഭീരമായിട്ട് സ്വീകരിക്കണം. എന്തിനാന്ന് വെച്ചാൽ നമ്മൾക്കില്ലെങ്കിലും അവർക്ക് കൊടുക്കണം. അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു കൃപ നമ്മൾക്ക് കിട്ടും. അതാണ് അതിൻ്റെ പ്രധാനം. അതായത് ഒരാളിൽ നിന്ന് ഒരു കൃപ എന്ന് പറയുന്നത് നമുക്ക് ചോദിച്ചു വാങ്ങാൻ പറ്റില്ല. അത് നമുക്ക് അവർ മനസ്സറിഞ്ഞ് ബ്ലസ് ചെയ്യും, അപ്പോഴാണ് നമുക്കത് കിട്ടുക. ചോദിച്ചറിഞ്ഞിട്ട്, അതായത് നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് കിട്ടില്ല. കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഗുരുവിൻ്റെ ബ്ലെസ്സിങ് മുഖേനയാണ് നമുക്ക് കൃപ കിട്ടുക. അത് ഇതിൽ ഈ ഒരു സ്റ്റോറിയിൽ വരുന്നത് ഈ രാമാനുജാചാര്യർ വരുന്നു. ഇദ്ദേഹം എന്താണ് വീട്ടിൽ അതിവിപുലമായ സദ്യ എന്താണ് മധുരപലഹാരങ്ങളെല്ലാം ആയിട്ട് അതിവിപുലവും ഗംഭീരമായിട്ടുണ്ടാക്കി. അങ്ങനെ രാമാനുജാചാര്യർ വന്നു. പക്ഷെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണ്, ഭർത്താവിനും സങ്കടമാണ്. ഭർത്താവിനോട് എല്ലാ കാര്യങ്ങളും ഭാര്യ പറയുന്നില്ല, ഭർത്താവിനോട് ഉണർത്തിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ എന്നിട്ട് അവിടുന്ന് ഗുരു ശിഷ്യന്മാർ, ഒരുപാട് ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ശിഷ്യഗണങ്ങൾ ഗുരു എല്ലാം തന്നെ പ്രസാദം കഴിച്ചു. അങ്ങനെ ഇവർ രാത്രിയായി പോവാൻ. അപ്പോൾ ഭാര്യയുടെ സങ്കടം ഗുരുവിനോടും പറഞ്ഞില്ല, ഹസ്ബൻഡിനോടും പറഞ്ഞില്ല, അതായത് ആ ഭർത്താവിൻ്റെ അടുത്തും പറഞ്ഞില്ല. അങ്ങനെ എന്താ പറയുക, ഈ ഗുരു പോണതിൻ്റെ മുന്നേ കുറച്ച് പ്രസാദം എടുത്തിട്ട് ഭാര്യനോട് പറയും, ഇത് നിങ്ങളെല്ലാവർക്കും മഹാപ്രസാദമാണ്, ഇത് നിങ്ങളെല്ലാവർക്കും വിതരണം ചെയ്യണം, കൊടുക്കണം എന്ന് പറയും. അങ്ങനെ ഈ ഭാര്യ അതായത് അവിടെയുള്ള കുടുംബസ്ഥ കുടുംബിനി പറയും, ഇങ്ങനെ എനിക്കിങ്ങനെ ഒരു കട വരെ പോകാനുണ്ട്, അത് അവിടേക്കും കുറച്ച് പ്രസാദങ്ങൾ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു പാത്രത്തിൽ പ്രസാദമായിട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് ഗുരു പറയുക, ഇതും കൂടെ കൊടുക്കണം, ഇതാദ്യം കൊടുക്കണം, എന്നിട്ട് വേണം മറ്റേ പ്രസാദം കൊടുക്കാൻ. അങ്ങനെ ഈ കുടുംബിനി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഈ പ്രസാദം കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. പിന്നെ അദ്ദേഹത്തിനോട് ഈ സ്ത്രീനോട് ഒരു കാമാസക്തി ഉണ്ടാവില്ല. പിന്നെ എന്ത് ചെയ്യും, അദ്ദേഹം ഈ സ്ത്രീനെ നമസ്കരിക്കും. അപ്പം അതാണ് ഒരു മഹാപ്രസാദത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ മഹാപ്രസാദത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു സ്ത്രീയുടെ, അതായത് സ്ത്രീയുടെ ചാരിത്രത്തെ സംരക്ഷിച്ചില്ലേ. അപ്പോൾ നമുക്ക് ആ മഹാപ്രസാദം നമ്മൾ ഇവിടുന്ന് കഴിക്കാൻ ഞാൻ എന്തെങ്കിലും ഇമോഷണൽ ആവണമെന്ന് വെച്ചാൽ, ഓ കൃഷ്ണ, എനിക്കിന്നലെ ശ്രീരംഗം പോകാൻ പറ്റി. ശ്രീരംഗം യാത്ര ഉണ്ടായിരുന്നു. അവിടെ ഷഡ്ഗോസ്വാമിയിൽ നിങ്ങളെല്ലാവർക്കും അറിയാമല്ലേ, ഗോപാലഭട്ട ഗോസ്വാമിയിലെ ആരൊക്കെ ഗോസ്വാമിമാർ? സനാതന ഗോസ്വാമി, രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി, പിന്നെ ആരൊക്കെയാണ്? രഘുനാഥദാസ, ഗോപാലഭട്ട ഗോസ്വാമി, രഘുനാഥഭട്ട ഗോസ്വാമി, ജീവഗോസ്വാമി. ഇന്നലെ ഗോപാലഭട്ട ഗോസ്വാമിയുടെ അപ്പിയറൻസ് ഡേ ആയിരുന്നു. അപ്പിയറൻസ് ഡേ ആയിട്ട് അവിടെ വൃന്ദാവനത്തിൽ നിന്ന് അവിടെ ജസ്റ്റ് ഞാൻ ശ്രീരംഗം യാത്ര, അവിടെ ഗോപാലഭട്ട ഗോസ്വാമിയുടെ ഒരു എന്താ പറയുക, ഒരു അമ്പലമുണ്ട്, ഒരു ക്ഷേത്രമുണ്ട്. ഇസ്കോൺ ബേസ് ചെയ്തിട്ട് തന്നെയാണ് വൃന്ദാവനത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്നു. അപ്പോൾ എനിക്ക് പ്രസാദത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിങ്ങനെ ഓർമ്മ വന്നു, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതിലെന്താ പറയുന്നത്, അവിടെ എന്താ ഉണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗോപാലഭട്ട ഗോസ്വാമിക്ക് സാധാരണ എല്ലാ ഡേറ്റീസിൻ്റെ എല്ലാ ഗോസ്വാമിമാരുടെ അപ്പിയറൻസ് ഡേക്കൊക്കെ അവിടെ എന്ത് ചെയ്യും, ഇങ്ങനെ അഭിഷേകം ചെയ്യും അല്ലേ. അപ്പം നമ്മൾ പ്രഭാതരുടെ അപ്പിയറൻസ് ഡേക്ക് അഭിഷേകം ചെയ്യും, എന്തൊക്കെയാണ് ചെയ്യുക, ചപ്പൻ ഭോഗ് വയ്ക്കും, അങ്ങനെ എല്ലാതും ചെയ്യും. പിന്നെ അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, വൃന്ദാവനത്തിൽ രാധാരമണനെ ഗോപാലഭട്ട ഗോസ്വാമി ആചരിച്ചിരുന്ന
പിന്നെ ഇങ്ങനെ വർഷിപ്പ് ചെയ്തിട്ടുള്ള ഗോഡാണ് ആര്? രാധാരമൺ. രാധാരമണിനെ അവിടെ വർഷിപ്പ് ചെയ്യുന്ന പിന്നെ അവിടെ നിന്നുള്ള മാതാജി, അതായത് അത് വർഷിപ്പ് ചെയ്യുന്ന ശരിക്കും വർഷിപ്പ് ചെയ്യുന്ന ആൾ തന്നെ ശരിക്കും വൃന്ദാവനം ഇറങ്ങി വന്നതുപോലെ തന്നെ തോന്നി അവിടെ. പിന്നെ ഈ ഗോപാലഭട്ടസ്വാമിക്ക് അന്ന് അവിടെ ഈ പിന്നെ പ്രസാദത്തിൻ്റെ പ്രത്യേകതയെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ. കുറേയൊക്കെ മൈൻഡിലുണ്ട്, എല്ലാം ഇവിടെ പറയാനും പറ്റുന്നില്ല. അങ്ങനെ ആ പ്രസാദം എങ്ങനെ നമ്മൾ ലാസ്റ്റ് ചപ്പൻ ഭോഗ് എല്ലാം ഓഫർ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രസാദത്തിന് നമ്മളത് എങ്ങനെ സ്വീകരിക്കണം എന്നാണ് പറഞ്ഞത്. അത് സ്വീകരിക്കുന്നതിന് മുന്നേ അവിടെ ഒരു ചെറിയൊരു ചടങ്ങുണ്ടായിരുന്നു. 108 ശരിക്ക് ഒരുപാട് ഗോസ്വാമിമാരുണ്ട്. നമുക്ക് ആറ് ആൾക്കാരെയാണ് ശിലപ്രഭാതർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതിൽ ഗോസ്വാമിമാർ ഒരുപാടുണ്ട്. അതിലെല്ലാവരിലും അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊസീജിയർ ആയിരുന്നു. അവിടെ ഈ പിന്നെ നമ്മൾ ഭഗവാൻ ഓഫർ ചെയ്തിട്ടുള്ള ഈ പ്രസാദങ്ങൾ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഇതൊക്കെ വിരിച്ച് ഒരു പരവതാനിയൊക്കെ വിരിച്ച് അതിൽ ഈ പ്രസാദങ്ങൾ വെച്ചിട്ട് അതിൽ പിന്നെ ഓരോ പേരും എഴുതി വെച്ചിരിക്കുക. അതായത് സനാതന ഗോസ്വാമി, പിന്നെ ഈ 6 ഗോസ്വാമിയുടെ പേരുണ്ട്. അത് കൂടാതെ ഒരുപാട് ഗോസ്വാമിയുടെ പേരുണ്ട്. 108 എന്നും എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഓരോരോ സീറ്റിലും ആ പിന്നെ പേരുകൾ ഇങ്ങനെ എഴുതി വെച്ചു. എന്നിട്ട് അവർ മുന്നിൽ നല്ല ഡെലീഷ്യസ് ആയിട്ട് പ്ലേറ്റിൽ അവിടെയുള്ള ചപ്പൻ ഭോഗ്, അതായത് ചപ്പൻ ഭോഗ് പറഞ്ഞാൽ ഭയങ്കര പ്രീഷ്യസ് ആയിട്ട് നമ്മൾ മായാപൂരമൊക്കെ കഴിക്കില്ലേ, അതിനെക്കാട്ടിലും ഒരു പടി മുന്നേ. ഞാൻ പ്രസാദത്തിന് ഇങ്ങനെ പുകഴ്ത്തി പറയല്ല, മീൻസ് എന്നാലും ആ ഗോപാലഭട്ട ഗോസ്വാമിയുടെ ബർത്ത്ഡേ ആയ കാരണം അവർ ചെയ്ത ആ ഒരു കാര്യം അതിൻ്റെ മഹത്വം നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നിട്ട് ആ ഓരോ പ്ലേറ്റിലും എല്ലാതും ചപ്പൻ ഭോഗ് അടക്കം എല്ലാതും പിന്നെ എന്താണ് വിളമ്പി വെച്ചിട്ട് ഓരോ പ്ലേറ്റിൻ്റെ മുന്നിലും ഓരോരോ ഗോസ്വാമിമാരുടെ പേര്, 108 ഗോസ്വാമിമാരുടെ പേര്, ഒരു പ്ലേറ്റിൻ്റെ മുന്നിൽ ഒരു ഗോസ്വാമി, അടുത്ത പ്ലേറ്റിൽ ഒരു ഗോസ്വാമി, അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ആ പിന്നെ പ്ലേറ്റിൽ അത് ഒക്കെ വിളമ്പുന്നതിന് മുന്നേ അവിടെയുള്ള വൃന്ദാവനത്തിൽ നിന്ന് വന്ന മാതാജി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. മാതാജിയുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ ആ മാതാജി പറഞ്ഞു, ഈ ഒരു പിന്നെ ഫീസ്റ്റിൽ ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, ഗോസ്വാമിമാരും തീർച്ചയായും വരും എന്ന് പറഞ്ഞു. തീർച്ചയായും ഷുവറാണ്, 100% നിങ്ങളത് വിശ്വസിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞു. അത് ശരിക്കും അവിടെ ഒരു എന്താ പറയുക, അത് കഴിഞ്ഞോ ഫീസ്റ്റ് കഴിഞ്ഞു, മഴ പെയ്യാൻ തുടങ്ങി. അതെനിക്ക് അത്ഭുതമായത്. ഞങ്ങൾ മഴ നല്ല ആസ്വദിക്കുകയും ചെയ്തു. പിന്നെ അപ്പം ഞാൻ ഇതിൻ്റെ ഒക്കെ പറഞ്ഞുതരാം. അങ്ങനെ ഓരോരോ പ്ലേറ്റിൻ്റെ മുന്നിലും ഓരോരോ ഗോസ്വാമിമാരുടെ പേര് എഴുതി വെച്ചു. അവർക്ക് ആദ്യം തന്നെ മുൻകൂട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതെല്ലാവരും, അതായത് ഒരു പിന്നെ പ്രസാദം പോലും ഒരു പ്ലേറ്റിലും വയ്ക്കാതെ പോകരുത്. അതെന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ പ്രഭാതം എപ്പോഴും പറയുന്നതാണ്, ജേഷ് പ്രഭുവിൻ്റെ ക്ലാസ്സിലും പറഞ്ഞു, പ്രസാദം പിന്നെ ഇവിടെ വരുന്ന ഓരോ വ്യക്തിക്കും എത്തിക്കണമെന്ന് പ്രഭാതർ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. പ്രഭാതരുടെ ക്ലാസ് കേൾക്കുന്ന സമയത്ത് അവിടെ ദേവീദേവന്മാർ വരുമായിരുന്നു. ഈവൻ ഭാഗവതം, ഭഗവത്ഗീത അല്ലെങ്കിൽ ഭഗവാനെ ഇങ്ങനെ പ്രൈസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉറപ്പായിട്ട് ദേവീദേവന്മാർ വരും. അപ്പം ഇന്നലെ വൃന്ദാവനത്തിലേക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു, അവിടുത്തെ കീർത്തനങ്ങൾ ചൊല്ലി അവിടെ തീർച്ചയായിട്ടുണ്ടാവും. അപ്പോൾ ഒരു പ്രസാദം പോലും ഒരു പ്ലേറ്റിൽ വെക്കാതെ പോകരുത്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു അപരാധമായി പോകുന്നു പറഞ്ഞു. അങ്ങനെ അപ്പോഴാണ് ആ പ്രസാദത്തിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാവരും അങ്ങനെ സേവയ്ക്കൊക്കെ കൂടി എല്ലാതും അങ്ങനെ നിരത്തി വെച്ചു. പക്ഷെ ആ സമയത്തൊക്കെ ഒരു പ്രത്യേക സന്തോഷം കേട്ടോ. അതെന്താ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വന്ന മാതാജി ഈ ഗോസ്വാമിമാരുടെ ഓരോ ഗോത്രം വെച്ചിട്ട് പേര് അനൗൺസ് ചെയ്യാൻ തുടങ്ങി. ഞാനൊന്നും ആ ഗോസ്വാമിമാരുടെ പേരുകൾ പോലും കേട്ടിട്ടില്ല. ഞാൻ ഈ 6 ഗോസ്വാമിമാരുടെ പേര് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ ഗോസ്വാമിമാരുടെ പേര് വിളിച്ചു. അവരെല്ലാവരും അവിടെ വന്നതായി സങ്കല്പിച്ചു. അവർ ഗോത്രം വിളിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ശിലപ്രഭുപാദർ, അതായത് ഇതെല്ലാം നമുക്ക് അറിവാക്കി തന്ന ശിലപ്രഭുപാദരെ പിന്നെ അനൗൺസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എല്ലാവരോടും 5 മിനിറ്റ് നേരം കണ്ണടച്ചിരിക്കാൻ പോകുന്നു. അങ്ങനെ 5 മിനിറ്റ് നേരം കണ്ണടച്ചിരുന്നു. എന്നിട്ട് എല്ലാവരും അവിടെ സൈലൻ്റ്, പിൻ പോയിൻ്റ് സൈലൻ്റ് ആയിരുന്നു. ഒരു നൂറ്റിക്കാരും കേൾക്കില്ല എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. എല്ലാവരും ഡിവോഷണൽ സർവീസിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡായി. എന്നിട്ട് അവിടെ 5 മിനിറ്റ് കഴിഞ്ഞു.
രാധേശ്യാം എന്ന് പറഞ്ഞിട്ടാണ് അത് വൃന്ദാവൻ രാധേശ്യാം എന്ന് പറഞ്ഞിട്ടാണ് അവരത് പിന്നെ ബ്രേക്ക് ചെയ്തത്. എന്നിട്ട് അതേപോലെ ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റ് ഇങ്ങനെ ഭക്ഷണം കൊടുത്തു. പക്ഷെ ആ പ്ലേറ്റിലുള്ള ആ ഓരോ പ്രസാദവും എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആ ഗോസ്വാമിമാർ അവിടെ വന്ന് ഭക്ഷിച്ചതിൻ്റെ അവശിഷ്ടം, അല്ല അവശിഷ്ടം എന്ന് നമ്മൾ പറയില്ല, അതിനെന്താ പറയുക മാതാജി, അതിനെന്താ പറയുക, റെമനൻസ് എന്ന് പറയും അല്ലേ? അതെ, അതിനത്രയും പ്രത്യേകത. നമുക്ക് അതിൻ്റെ ഒരു തരിമ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ കോടി കോടി പുണ്യം ചെയ്യണം. അത് അവിടെയുള്ള ഓരോരുത്തർക്കും അത്രയും എന്താ പറയുക റെസ്പെക്റ്റോട് കൂടിയിട്ട് നമ്മളത് എടുക്കണം, കഴിക്കണം എന്ന് ആ മാതാജി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഓരോ ആൾക്കാർക്കും ആ പ്ലേറ്റ് കൊടുത്തപ്പോൾ അതിലുള്ള ഓരോ കാര്യങ്ങളും അങ്ങോട്ടും അങ്ങനെ പരസ്പരം ഷെയർ ചെയ്തിട്ട് അങ്ങനെയാണ് കഴിച്ചത്. അപ്പോൾ ഇത് കഴിച്ചത് എല്ലാവരും കഴിക്കലും കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ മഴ പെയ്യാതെ. മഴ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വല്ലാണ്ട് പെയ്തിട്ടില്ല. അത് അവരുടേക്ക് തോന്നുന്ന അവരുടെ ബ്ലെസ്സിങ് ആണ് ആ ഗോസ്വാമിമാരുടെ. അപ്പോൾ ആ മഹാപ്രസാദത്തിന് അത്രയും പ്രത്യേകത ഉണ്ട്. ഞാൻ ഈ പ്രസാദത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ രാമാനുജാരുടെ കാര്യം പറഞ്ഞു. രാമാനുജാരുടെ കാര്യത്തിൽ ആ ഒരു ഭക്തയെ അല്ലേ, സ്വന്തം ഭക്തൻ്റെ പത്നി അല്ലേ, ഭക്തന് ആ ഭക്തനെ രക്ഷിക്കാൻ ആർക്ക് കഴിഞ്ഞു? രാമാനുജാര്യക്ക് കഴിഞ്ഞു അല്ലേ. അതായത് ഒരു എന്താ പറയുക ചീത്ത സ്വഭാവമുള്ള ആൾക്കാരെ എന്താണ് നല്ല സ്വഭാവമാക്കി മാറ്റാനുള്ള കഴിവ് അല്ലേ നമ്മൾക്കാർക്കെങ്കിലും പറ്റുമോ? നമ്മൾ എത്രയോ പ്രാവശ്യം ഭഗവത്ഗീത അല്ലെ ബുക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ പോയാൽ ഒരു ഭഗവത്ഗീത എടുക്കൂ എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കണം. അതാണ് മഹാത്മാക്കളുടെ പ്രത്യേകത. അപ്പം നമ്മൾ ഇവിടെ വരുന്ന പ്രസാദം അത് ചെറുതല്ല, വലുതാണ്. ഇതിങ്ങനെ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞ ഓർമ്മ വരില്ല, അത് മനസ്സിൽ നിന്നും ആയില്ല എന്ന് എനിക്ക് തോന്നുന്നത് ആ ഒരു പ്രസാദത്തിൻ്റെ അങ്ങനെ. പിന്നെ അതേപോലെ 1 2 ശരി 9 മാസം ഓക്കെ. സംഘ സംശായരെ കാമ എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദര് ഒരു ശ്ലോകം കോട്ടിയുണ്ട്. അതായത് ഭഗവത്ഗീത 2-ാമത്തെ അധ്യായത്തിൽ 62-ാമത്തെ ശ്ലോകമാണ് പറയുന്നത്. അതായത് നമ്മൾ സംഘം ചേരുമ്പോൾ അവിടെ കാമം വരും എന്ന് പറയുന്നു. അതായത് ചീത്തതാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. നമുക്കത് നല്ല ഇതിൽ എടുക്കാം. അതായത് നമ്മൾ നല്ലതിനോട് അറ്റാച്ച് ചെയ്യുമ്പോൾ, നല്ലതിനോട് ചേർന്ന് കിടക്കുമ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ എടുക്കാൻ പറ്റും. നമ്മൾ ഭക്തരുടെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഭക്തിയുത സാധനം മാത്രമാണ് ചെയ്യാൻ കഴിയുക. നമ്മൾ പ്രസാദത്തിൻ്റെയാണ് അല്ലേ പറഞ്ഞത്. ദദാതി പ്രതിഗൃഹണാദി ഗുഹ്യമാക്കിയാതി പൃച്ഛതി. ഇവിടെ ഗുഹ്യമാക്കിയാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സത്സംഗത്തിൽ വന്നു കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്ക് ഓരോരോ അല്ലേ, ഞാൻ കഴിയുന്ന പോലെയാണോ ഇപ്പോൾ ഷീജ മാതാജി കഴിയുന്നത്? അല്ല, ഓരോരുത്തർക്കും മൈൻഡ്, അതായത് മാനസികപരമായിട്ട് തലങ്ങൾ വ്യത്യാസമുണ്ട് അല്ലേ. ഓരോരുത്തരും വളർന്നു വന്ന രീതിയും ഇപ്പോൾ ജീവിക്കേണ്ട രീതിയും വ്യത്യാസമാണ്. അപ്പോൾ അവർക്ക് അവരുടെ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ആരോട് ചോദിക്കാനുണ്ടാവും? അവർക്ക് വിശ്വസ്തനായ ഒരാളോട്. ഇവിടെ പ്രത്യേകിച്ച് പറയുന്ന വിശ്വസ്തനായ ആളെന്ന് പറയുന്നത് ഗുരു. ആ ഗുരുവിൻ്റെ അടുത്ത് മനസ്സ് തുറക്കുക എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിൽ കല്ലിട്ടാൽ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം. ഗുരു എല്ലാവരുടെയും കാര്യങ്ങൾ കേൾക്കും. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള വിശ്വസ്തനായിട്ടുള്ള ഏതെങ്കിലും ഡിവോട്ടിയുമായിട്ട് എന്ത് ചെയ്യണം? കാര്യങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ ആ വെള്ളത്തിൽ കല്ലിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കല്ല് പിന്നെ പൊന്തി വരുമോ? ഇല്ല, താഴ്ന്ന് അവിടെ കിടക്കും. അതുപോലെ ആയിരിക്കണം ഗുരുവിൻ്റെയും അത് സ്വീകരിക്കുന്ന ആൾക്കാരുടെയും മനസ്സ്. പിന്നെ അതാണ് പിന്നെ ഭക്തന്മാരോട് മനസ്സ് തുറന്ന് കാണിക്കുക എന്ന് പറയുന്നത്. പിന്നെ അതിന്ന് സീനിയർ ആയിട്ടുള്ള ഡിവോട്ടീസിൽ നിന്നാണ് നമുക്ക് കൂടുതൽ പഠിക്കാൻ കഴിയുക. അല്ലെങ്കിൽ എന്താണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വൈദഗ്ധ്യമുള്ള ഗുരുക്കന്മാരിൽ നിന്നും എന്ത് കിട്ടും? നമുക്ക് കൂടുതൽ അറിവ് നേടാൻ പറ്റും. അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുക അറിവുമല്ലേ നമുക്ക് ഇവിടെ എന്താ കാര്യമായിട്ട് വേണ്ടത്? ഭക്തിയുത സേവനങ്ങൾ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് അല്ലേ വേണ്ടത്. അറിവ് കിട്ടിയിട്ട് വെറുതെ ഉണ്ടായിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല, പ്രാക്ടിക്കലാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതാക്കാം. അപ്പോൾ എങ്ങനെയാണ് അതിൽ പ്രാക്ടിക്കൽ നോളജ് വേണം അല്ലേ. ഇപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ വേറൊരു മാതാജിയും കൂടി ഉണ്ടായിരുന്നു. ആ മാതാജി എപ്പോഴും പറയും എന്താണ്, ബുക്ക് ഡിസ്ട്രിബ്യൂഷന് ആളില്ല, ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ എന്താണ്, അതിന് സ്വാഭാവികമായിട്ട് ഭഗവാൻ തന്നെ ഒരു വഴി കാണിച്ചു കൊടുത്തു. അതിൻ്റെ അപ്പുറത്ത്
അതായത് കുറച്ചും കൂടി ദൂരെയായിട്ട് ഒരു ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. അത് അറിവ് കിട്ടി. ആ മാതാജി പോയി അവിടെ. അപ്പോൾ അവിടെ എന്താണ് ഒരുപാട് പിന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ബുക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും ആ മാതാജിക്ക് എന്ത് കിട്ടി? ബുക്ക് വിതരണം എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ നമുക്ക് മിണ്ടാതെ കൈ കെട്ടി കിട്ടുന്ന നടക്കുമോ? ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഭഗവത്ഗീത ക്ലാസ് എടുക്കുക. അപ്പോൾ ഇവിടെയുള്ള മാതാജിയും പ്രഭുവും ഓരോരുത്തർക്ക് ക്ലാസ് എടുക്കാൻ അവസരം തരുന്നോ? ഞാൻ പറയുകയാണ് എനിക്ക് ക്ലാസ് എടുക്കാൻ അറിയില്ല പറയുമ്പോഴും ഇവർ പറയും എന്താണ് എടുക്കൂ എന്ന്. അതായത് മോട്ടിവേഷൻ തന്നിട്ട് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. അതായത് എന്താണ് ഈ വിതരണം അല്ലെങ്കിൽ നമ്മളുടെ അറിവ് വിതരണം എന്താണ് ഈ ദദാതി പ്രതിഗൃഹണാദി. ദദാതി പറയുമ്പോൾ നമ്മളത് കൊടുക്കുന്നു. അത് വേണ്ടവർക്ക് അത് നല്ല കാര്യങ്ങൾ അവർ സ്വീകരിക്കുന്നു, ചീത്ത കാര്യങ്ങൾ അതൊന്ന് ഒഴിവാക്കി വിടുന്നു. അതെ. പിന്നെ ഈ മനസ്സ് തുറന്ന് കാട്ടുക എന്ന് പറഞ്ഞത് നമ്മളുടെ കാര്യങ്ങൾ അറിയാത്തത് നമ്മൾ ചോദിക്കണം, അവിടെ നിന്ന് മനസ്സിലാക്കണം. പിന്നെ ഭഗവാനെ ഏകാന്തമായി അത് നമ്മൾ പറഞ്ഞു. ഇതിൽ ഈ മനസ്സ് തുറന്ന് കാണിക്കുക എന്ന് പറയില്ലേ, ചെറിയ വാക്കിനെ പറയാണ്. അതിൽ ഏകാന്തം ഭഗവാനെ എങ്ങനെ സേവിക്കാം. ഒരു സത്സംഗത്തിൽ വന്നാൽ അറിയാത്ത കാര്യങ്ങളല്ലേ. ഇപ്പോൾ പ്രമേഷ് പ്രഭു ഇവിടെ ആദ്യം വന്ന പോലെയാണോ അവിടെ ഇരിക്കുന്നത്? അല്ല, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. വിജേഷ് പ്രഭുവിനെ പറയുന്നില്ല, അദ്ദേഹം ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അത് കാരണം കണക്ക് കൂട്ടുന്നതല്ല. ഷീജ മാതാജി, രമ മാതാജി, ഞാൻ ഉൾപ്പെടെ എനിക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എന്താണ് നമ്മൾ സീനിയർ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് കണ്ടും കേട്ടിട്ടും പഠിച്ചു. അതാണ് ഇവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നത്. പിന്നെന്താണ് ഭഗവാനെ ഏകാന്തമായി സേവിക്കുന്നത് എങ്ങനെ എന്ന് ഭക്തന്മാരിൽ നിന്ന് ചോദിച്ചറിയണം. അതാണ് ഗുഹ്യമാക്കിയാതി പൃച്ഛതി എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ചോദിച്ച് അറിയണം. പിന്നെ ഭക്തന്മാർ തരുന്ന പ്രസാദത്തെ മാനിച്ച് സ്വീകരിക്കുക. പ്രസാദത്തെ മാനിക്കുന്ന രീതിയാണ് ഇപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞത് അല്ലേ. നമ്മൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് മഹാപ്രസാദേ ഗോവിന്ദേ എന്ന് പറഞ്ഞ് നമ്മളെന്താണ് ആ പ്രസാദത്തെ നമസ്കരിച്ചിട്ടാണ് നമ്മൾ പ്രസാദം ഭുജിക്കുന്നത്. പിന്നെ ഇത്രയും കാര്യമാണ് ഇതിൽ പറയുന്നത്. ഈ കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ ഭക്തി നിലനിൽക്കണമെങ്കിൽ ഈ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ആഴ്ചയിൽ ഒരിക്കൽ എന്താണ് സത്സംഗം, പിന്നെ ഉള്ള സമയങ്ങളിൽ എന്താണ് ഭക്തിയുത സേവനങ്ങൾ ചെയ്യുക. പിന്നെന്താ ഭാഗവതം, ഭഗവത്ഗീത ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുക. പിന്നെ പ്രഭുപാദർ ഇതിൽ തന്നെ ഒരു ശ്ലോകം പറയുന്നുണ്ട്. അത് ശരിക്കും ഇതിലായിട്ട് വന്നതാ. നിത്യസിദ്ധ കൃഷ്ണ പ്രേമ സാന്ധ്യ കബുനേയ ശ്രവണാദി ശുദ്ധ ചിത്തെ കരയെ ഉദയ എന്ന് പറയുന്നുണ്ട്. നിത്യസിദ്ധ കൃഷ്ണ പ്രേമ സാന്ധ്യ കബുനേയ ശ്രവണാദി ശുദ്ധ ചിത്തെ കരേ ഉദയ. അതായത് നമ്മളുടെ നിത്യസിദ്ധമായിട്ട് ഉള്ള ഒരു സംഭവമാണ് എന്ത്? ഭഗവാനെ കുറിച്ചിട്ടുള്ള ഒരു ഉണർവ് നമ്മളിൽ ഉള്ളത്. അത് പ്രത്യേകിച്ച് നമ്മൾ പുറത്ത് പോയി വാങ്ങിയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യം അല്ല. അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതിനെന്താണ് പൊടി തട്ടി മാറ്റി അതിനെ മിനുക്കിയെടുക്കുക അല്ലേ. അത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ എന്നാണ് പറയുന്നത്. എല്ലാ ജീവികളിലും കൃഷ്ണപ്രേമമുണ്ട്. ഹരിദാസ് താക്കൂർ പിന്നെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് ചോദിച്ചു, പിന്നെന്താ പറയുക, എങ്ങനെ ഈ സാധാരണ മിണ്ടാപ്രാണികളിലേക്കൊക്കെ ഈ കൃഷ്ണനാമം എത്തിക്കാം. അവരൊക്കെ അത്രയും എന്താ പറയുക ഉയർന്ന ചിന്താഗതിയായിരിക്കും അല്ലേ. മനുഷ്യന്മാരിലേക്ക് എത്തിക്കുന്നതല്ല ചോദിക്കുന്നത്, ജീവികളെയും കൂടി മുക്തരാക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ അപ്പോൾ അദ്ദേഹം അത് നേരിട്ട് തന്നെ കാണിച്ചു കൊടുത്ത് ജാർഖണ്ഡ് വനങ്ങളിലൂടെ പോകുമ്പോൾ എന്താണ് പിന്നെ ചൈതന്യ മഹാപ്രഭു പോകുമ്പോൾ അദ്ദേഹം എന്താണ് കീർത്തനങ്ങൾ ആലപിച്ച് അവിടെയുള്ള പിന്നെന്താണ് കരടി, ആന, കുതിര, കുരങ്ങ് അങ്ങനെയുള്ള പിന്നെ മൃഗങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്തു? ഉത്സാഹഭരിതരായിട്ട് ആനന്ദ നൃത്തം ചെയ്തു അല്ലേ. ആ മൃഗങ്ങൾക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നാമസങ്കീർത്തനം കൊണ്ട് എന്താ നമ്മളുടെ ഉള്ളിലും മാറ്റം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഹരിദാസ് ഠാക്കൂർ ആ മിണ്ടാപ്രാണികൾക്ക് പിന്നെ അവർക്ക് എങ്ങനെ ഈ ദദാതി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് എങ്ങനെ ഇത് കൊടുക്കാം, നാമായിട്ട് കൊടുക്കാം എന്നുള്ളതിന് ചൈതന്യ മഹാപ്രഭു പറഞ്ഞതാണ്. പിന്നെ അതിൽ ചൈതന്യ മഹാപ്രഭുവിനെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ചേതോദർപ്പണമാർച്ചനം ഭവമഹാധാവ നിർവാപണം ശ്രേണികൈരവചന്ദ്രികാ വിതരണം വിദ്യാവധൂ ജീവനം ആനന്ദാംബുദിവൈതനം പ്രതിപദം പൂർണ്ണാമൃതസ്വാദനം സർവാത്മസ്നപനം പരം വിജയതേ ശ്രീകൃഷ്ണ സംകീർത്തനം. അതിൽ
ശ്രീകൃഷ്ണ സങ്കീർത്തനത്തിലൂടെ നമുക്ക് എന്തുണ്ടാവും? ആനന്ദാഭൂതി വർദ്ധനം. അതായത് നമ്മുടെ ആനന്ദം വർദ്ധിക്കും. ആ ആനന്ദം നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള പിന്നെ എന്താണ്, മനസ്സിൽ മാലിന്യമായി കിടക്കുന്ന ആ പൊടിപടലങ്ങളെല്ലാം തന്നെ ചെറുതായി മായുന്നതോട് കൂടിയിട്ട് നമുക്ക് ആനന്ദം വർദ്ധിക്കാൻ പറ്റും. എങ്ങനെയാണ്? ആ സൂര്യകിരണങ്ങൾ പോലെ നമ്മളുടെ ഉള്ളിലേക്ക് എന്താണ് ആ കിരണങ്ങൾ, വിദ്യാവധൂ ജീവനം, അതായത് ആ പിന്നെ കൃപ നമ്മുടെ ഉള്ളിലേക്ക് വരണം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാലങ്ങളായി ഹൃദയങ്ങളിൽ പറ്റിപ്പിടിച്ച പൊടിപടലങ്ങൾ തുടച്ചു പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ജനനമരണ രൂപമായ സംസാരമാകുന്ന കാട്ടുതീയിനെ കെട്ടടത്തുന്നു, അതായത് കെടുത്തുന്നു. അതാണ് പറയുന്നത് ഇവിടെ. അതായത് ഭവമഹാദാവാഗ്നി നിർവാപണം. ദാവാഗ്നി പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട്, ഇപ്പോൾ നമ്മൾ കാണുന്ന ആൾ മാത്രമാണോ? അതിന് മുന്നേ ഒരുപാട് ജീവജാലങ്ങളിലൂടെ ജനിച്ച് മരിച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? മനുഷ്യജീവിതം. അപ്പോൾ അതിൻ്റെ എല്ലാം തന്നെ അംശങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഓരോ ജന്മം കിട്ടുന്നതിനും കാരണക്കാരും തന്നെയാണ്, നമ്മൾ തന്നെയാണ്. നമ്മളുടെ ആ ഒരു എന്താ പറയുക, ആസക്തി അല്ലേ, എനിക്കത് വേണം ഇത് വേണം, ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുള്ളത് കാരണമാണ് നമുക്ക് ഓരോ ജീവജാലങ്ങളായി കിട്ടുന്നത്. അങ്ങനെയുള്ള ആ ഒരു ഇതിനെ കെട്ടടക്കുവാനുള്ള ഒരു മഴയായിട്ട് ആര് വരുന്ന പറയുന്നത്? ഈ കൃപ വരുന്നു. പിന്നെന്താണ്? ഈ സങ്കീർത്തന പ്രസ്ഥാനം മനുഷ്യർക്കെല്ലാം വലിയ അനുഗ്രഹമാണ്. ലാസ്റ്റ് പറയുന്നത് ഈ സങ്കീർത്തന പ്രസ്ഥാനത്തിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ആനന്ദാഭൂതി വർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഈ കൃപ എല്ലാം തന്നെ നമ്മൾ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് വേണം? ഒരു അരിപ്പയോ ഓട്ടയില്ലാത്ത പാത്രമായിട്ട് അത്രയും നിഷ്കളങ്കരായി മാറണം അല്ലേ? അപ്പോഴാണ് നമ്മുടെ ഉള്ളിലെ കാമം, ക്രോധം, ലോഭം ഇതെല്ലാം തന്നെ പോയിട്ട് ഇത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പിന്നെ എന്താ പറയുക, ശിക്ഷാഷ്ടകത്തിൽ ബാക്കിയുള്ള ശ്ലോകങ്ങളൊക്കെ തന്നെ പറയുന്നത് ഈ നാമസങ്കീർത്തനം നമുക്ക് എങ്ങനെ ആനന്ദമാക്കാം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ആദ്യത്തെ ശ്ലോകം പിന്നെ അർത്ഥം വെച്ചിട്ട് ആണ് ബാക്കിയുള്ള ശ്ലോകങ്ങൾ വരുന്നത്. ബാക്കിയുള്ള ശ്ലോകങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യത്തെ ആ ഒരു ശ്ലോകത്തിലേക്ക് എത്താൻ പറ്റും. അതായത് എങ്ങനെ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ കൃഷ്ണൻ്റെ സങ്കീർത്തനം നമുക്കെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. ഞാൻ കുറച്ച് യാത്രയിലൊക്കെ ആയ കാരണം എനിക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന ക്ലാസ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. എന്തായാലും എൻ്റെ ഈ ചെറിയൊരു സേവ ഞാൻ ഗുരു മഹാരാജിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ഭക്തന്മാർക്കും ഇപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നല്ലതുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലാത്തത് മരചെവിയിലൂടെ വിട്ട് കളയുക. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് തോന്നി, അതായത് നല്ലതെന്തെങ്കിലും ഇവിടുന്ന് സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പിന്നെ ഒരു കാര്യം കൊണ്ടല്ല, എൻ്റെ ഒരു കടമ്പ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതിലൊക്കെ അല്ല, അത് ഗുരു മഹാരാജിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ്. എന്തെങ്കിലും അറിയാതെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വാക്കിലോ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ സംസാരത്തിലോ ആരെങ്കിലും ഉദ്ദേശമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരു ചെറിയ സേവ ഗുരു മഹാരാജിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇതെങ്ങനെ മാതാജി കട്ടെ അല്ലെങ്കിൽ നമ്മുടെ